ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നടക്കുന്നുണ്ട്. അവിടുത്തെ ജീവിതത്തെ അനുകരിക്കൽ, അവിടത്തോടുള്ളൊരു ഇഷ്ടം പങ്കുവെക്കലാണ്. അങ്ങനെ അവിടത്തോട് ലയിക്കാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനുമില്ല. ആ ഒരു ലയനം നമുക്ക് നിർബന്ധം. ജീവിതത്തിൽ, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ ഹബീബ് ഇങ്ങനെ ലയിച്ച് വരിക എന്നത്, ആ ഒരു സ്നേഹത്തിൽ അലിഞ്ഞുകൂടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ്. അള്ളാഹു നിറവേറ്റി തരട്ടെ. ആ ലയിച്ച് ആ ഇഷ്ടം അസ്ഥിക്ക് പിടിക്കുക എന്ന് പറയാറുണ്ട്. അങ്ങനെ പിടിച്ചാലാണ് നമ്മൾ രക്ഷപ്പെടുക. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ചില സംഭവങ്ങളെ നമ്മൾ അനുഭവിക്കാറുണ്ട്. പ്രതിഭാസം എന്ന് അതിന് പറയുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്കറിയാം, പക്ഷെ പറയാൻ കിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് നിർവചിക്കാൻ കഴിയില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇല്ലേ, ഉണ്ട്. അതെങ്ങനെ ഇരിക്കുക, അതിന്റെ രൂപം, ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് സാധാരണ വൈദ്യുതി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ അത് ഉണ്ടോ? ഉണ്ട്. അതിന്റെ രൂപം എങ്ങനെയാ? ഇതൊന്നും പറയാൻ പറ്റില്ല. ഓരോ അനുഭവങ്ങളിലൂടെ പലതും അങ്ങനെ. നമ്മുടെ ആത്മാവ് ഇങ്ങനെ പലതും പ്രതിഭാസം എന്ന് അങ്ങനെ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വർണ്ണിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പ്രതിഭാസം എന്നതിന് പറയാം. അങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത, അക്ഷരങ്ങൾ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റാത്ത, നമ്മുടെ വാക്കുകൾക്ക് വഴങ്ങി നിൽക്കാത്ത, നമ്മുടെ ഭാവനകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന വലിയ വലിയ അത്ഭുതങ്ങളിൽപ്പെട്ട പലതിനെയും അറിയുന്ന നമ്മുടെ മുന്നില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവതരിപ്പിക്കപ്പെടാണ് ഒരു മഹാത്ഭുതമാണ് മുത്തുനബി. നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് വർണ്ണിക്കാൻ, അനുഭവിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം പറയാം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ജൂത പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, സിഫ്ലി മുഹമ്മദ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഈ പുരോഹിതൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ ഇങ്ങനെയാ ചോദിക്കുന്നത്, മുഹമ്മദ് നബിയെ പറ്റി ഒന്ന് പറഞ്ഞു തരാവോ? അലി റളിയല്ലാഹു അൻഹു പുരോഹിതൻ ചോദിക്കും. മുഹമ്മദ് നബിയെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരോഹിതൻ അറിയാനുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആ ചോദ്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എങ്ങനെയപ്പ ഞാൻ മുത്തുനബിയെ പറഞ്ഞു തുടങ്ങാം? അത്രയുണ്ട്. അപ്പൊ മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, ദുനിയാവിനെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞതാ. സിഫ്ലി അനി ദുനിയ, ദുനിയാവിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു. പുരോഹിതൻ ഉടനെ പറഞ്ഞു, അദ്ദുനിയാ അലീം, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സംഭവമാണ് എന്ന്. അങ്ങനെ പറഞ്ഞു. ദുനിയാവെന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമുള്ളതാണ്. അതിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞേരാ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ വലിപ്പമുള്ളതാണെന്ന് പറഞ്ഞ ആ ദുനിയാവിനെ കുറിച്ച്, ആ ദുനിയാവിനെ പടച്ച അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് മതാഉ ദുനിയ ഖലീൽ എന്നാണ്. ആ ദുനിയാവ് ചെറുതാണെന്നാ പറഞ്ഞത്. എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് അങ്ങയുടെ സ്വഭാവം എത്ര വലിപ്പമുള്ളതാണ്, എത്ര വലിയ മനുഷ്യനാണെന്ന്, എത്ര വലിയ മനസ്സാണ് അങ്ങയുടേത്. ആ വലിപ്പം എന്നതുകൊണ്ട് അള്ളാഹു മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ മുത്ത് നബിയെ കുറിച്ച് പറഞ്ഞത് വലിപ്പം എന്നാണ്. ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് ഖലീൽ, അല്പം എന്നാണ്.
അപ്പൊ അങ്ങനെ പുരോഹിതന് മറുപടി കൊടുക്കാൻ സയ്യിദന അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിട്ടുള്ള ഈ പ്രയോഗങ്ങൾ ചരിത്രത്തിൽ ചർച്ചയാണ്. അപ്പൊ അത്രത്തോളം നമുക്ക് മുത്തുനബിയെ അറിയാനും അവിടുത്തെ ആസ്വദിക്കാനും കഴിയുന്നതിന്റെ അപ്പുറത്തേക്കുണ്ട് ഒരു വലിയൊരു ലോകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രണയ ചിന്തകൾക്ക് നാം കാണുന്ന ഭാഷയല്ല ഉള്ളത്. ആ പ്രണയം ഇങ്ങനെ വർദ്ധിക്കും തോറും പിന്നെയും അത് നമുക്ക് അവിടെ നിന്ന് നുകർന്നെടുക്കാൻ വീണ്ടും ബഹർ പോലെ അല്ലെങ്കിൽ അതിനപ്പുറം ഇങ്ങനെ കിടക്കാം. അപ്പൊ അടുക്കുംതോറും അറിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അടുക്കുംതോറും ഇനി എത്ര അറിയാനുണ്ട്, എത്രയോ അറിയാനുണ്ട്, അത്രേ ഉണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ അലി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ഒരു കാര്യത്തെ ഗ്രഹിക്കാനും അതിനെ പഠിക്കാനും അതിൽ ചിന്തിക്കാനും അപഗ്രഥനം ചെയ്ത് കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള ഒരു മഹാപണ്ഡിത പ്രതിഭയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. ചെറിയ ആളൊന്നുമല്ലല്ലോ. അലി റളിയല്ലാഹു അൻഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ പറയപ്പെടുന്നത് വിജ്ഞാനത്തിന്റെ പട്ടണം മുത്തുനബിയാണ് എങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് അലി എന്ന് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അപ്പൊ അത്രയും വലിയ ജ്ഞാനിയായ അലി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ വർണ്ണിക്കാൻ അശക്തനായി മാറുകയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബിയെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അറഫ എന്ന പ്രയോഗമാണ് കേട്ടോ. അറഫ എന്ന് പറഞ്ഞാൽ പീസ് ആയിട്ട് അറിയാം. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടത് അലിമ എന്ന പ്രയോഗം മൊത്തത്തിൽ അറിയാം. ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ആള് ഡോക്ടർ എഴുതി കൊടുത്ത ആ പ്രിസ്ക്രിപ്ഷൻ നോട്ട് വെച്ചിട്ട് ആ മരുന്നിനെ കുറിച്ച് അയാൾക്ക്, ഞാൻ ഈ അടുത്ത് ശ്രദ്ധിച്ചൊരു മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻസ് വെച്ചിരിക്കുന്നത് ABCD ഇങ്ങനെ ആ അക്ഷരങ്ങളുടെ ക്രമത്തിലാണ് മരുന്നുകൾ ഇങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നത്. ഡോക്ടർ എഴുതി കൊടുത്ത ആ മരുന്ന് ഇന്ന രോഗത്തിനുള്ളതാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത മരുന്ന് സ്ലിപ്പ് നോക്കിയിട്ട് അയാൾക്ക് പറയാൻ കഴിയുന്ന ആ അറിവിനെ അലിമ എന്ന പ്രയോഗം, അറഫ എന്ന പ്രയോഗം ഇത് എഴുതിയ ഡോക്ടർ അല്ലെങ്കിൽ ആ മെഡിസിൻ നിർദ്ദേശിക്കാൻ കഴിവുള്ള അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആഴത്തിൽ അറിഞ്ഞിട്ടുള്ള ആ ഹോസ്പിറ്റലിലെ പ്രധാനി, മെഡിക്കൽ ഷോപ്പുകാരനെ പോലെയല്ല. അയാൾ അറഫയാണ്. ആ മരുന്ന് എങ്ങനെ, എത്ര കെമിക്കൽ, എത്ര ശതമാനം അത് ആ ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു, ആ ശരീരത്തെ പഠിച്ചിട്ട് അതിന് വേണ്ട മരുന്ന് ഇതാണ്, ഈ രോഗത്തെ പഠിച്ചിട്ട് അതിന് വേണ്ട മരുന്ന് ഇതാണ്, ഇങ്ങനെ പറയാൻ കഴിയുന്ന ആ അറിവിനേക്കാളും സ്ലിപ്പ് കണ്ടാൽ ഈ രോഗത്തിന്റെ മരുന്ന് ആ തട്ടിലുണ്ട്, ആ തട്ട് വിട്ട് ആ കബോർഡ് വിട്ട് അതിനപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ അത് എവിടെയെന്ന് തിരയേണ്ടി വരുന്ന അവസ്ഥയിൽ ആശയക്കുഴപ്പത്തിലാകുന്ന മെഡിക്കൽ ഷോപ്പുകാരനും രണ്ടറിവാണ്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള രണ്ടറിവ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എത്രയാണ് ഞങ്ങൾ അറിഞ്ഞതെന്നറിയുമോ? ഇല്ലാ കമാ യുറഫു സൈഫു ഫീ ഗമദിഹി, ഒരു വാള് അതിന്റെ ഉറയിൽ കിടന്നാൽ എത്രയാണോ അറിയപ്പെടുന്നത് അത്രേ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ. ഒരു വാള് ഉറയെ കടന്നു കഴിഞ്ഞാൽ അത് പുറത്തെടുക്കാതെ ഉറയിലുണ്ട് എന്ന് പറയപ്പെടുന്ന വാളിന് എത്രയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് അറിയാൻ കഴിയുന്നത്? അത്രയും വാളിന്റെ ഉറയിൽ ഉള്ള അവസ്ഥയിൽ വാളിനെ അറിയാൻ കഴിയുന്ന പോലെ വാളിന്റെ വലിപ്പം അറിയില്ല, വാള് എടുത്തു നോക്കാതെ അതിന്റെ ഭാരമറിയില്ല, ആ വാളിന്റെ വാഴ്ത്തലയുടെ മൂർച്ച അറിയില്ല, ഉറയിൽ കിടക്കുന്ന വാളിന്റെ നിറം അറിയില്ല, ഉറയിൽ കിടക്കുന്ന വാളിന്റെ നീളം അറിയില്ല, ഉറയിൽ കിടക്കുന്ന വാളിന്റെ കട്ടി അറിയില്ല, അതിന്റെ വീതി അറിയില്ല, ഉറയിൽ കിടക്കുന്ന വാള് നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിന്റെ നിലവാരം, അതിന്റെ ക്വാളിറ്റി അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരാൾ ഉറയിലെ വാളിനെ അറിഞ്ഞ പോലെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അറിഞ്ഞത് ഇത്രേ ഉള്ളൂ. ആരാ പറയുന്നത്? ചില്ലറക്കാരനല്ല. മുത്തുനബി എന്ന പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ കവാടം വൈജ്ഞാനിക വിഷയത്തിൽ ഇങ്ങനെ താരതമ്യം ചെയ്യപ്പെട്ട ആള്, പട്ടണത്തോട് അത്രയും ചേർന്ന് നിന്നിട്ട് പോലും ആ പട്ടണത്തിന്റെ കവാടത്തിന് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞില്ല. ചെറിയ ആളല്ല. ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാൽ അവിടേക്ക് പറിച്ചു വെക്കാൻ ഒരു ചവിട്ടടിക്കുള്ളിൽ
ഒന്ന് ചുവട് വെക്കുന്നതിന്റെ ഉള്ളിലായി അൽ-ഫാത്തിഹ മുതൽ അന്നാസ് വരെ ഖുർആനിന്റെ 114 അധ്യായങ്ങളെ മനനം ചെയ്യാനുള്ള കഴിവുള്ള മഹാനാണ് സയ്യിദുനാ അലി. ആ മഹാൻ പറയാ, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള രസകരമായ ഒരു അവതരണത്തിലൂടെ ഈ അവസ്ഥയെ ഇമാം ബുസൂരി അവിടുത്തെ ബുർദയിൽ പറയുന്നുണ്ട്. അഅയൽ വറാഫഹുമൽ നഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറ മുഫഖിമി. അള്ളാന്റെ ഹബീബിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങാൻ സർവ സൃഷ്ടികൾക്കും ശക്തിയില്ല. മുത്തുനബിയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാതിരി കുറെ സ്വകാര്യമുള്ള കാര്യങ്ങൾ അതല്ല. ആ വ്യക്തിപ്രഭാവത്തിന്റെ വലിപ്പവും ആ വ്യക്തിപ്രഭാവത്തിന്റെ ആദരണീയമായ മഹത്വവും ചിന്തിക്കുമ്പോ അള്ളാന്റെ ഹബീബ് ഒരുപാട് രഹസ്യങ്ങളാണ്. മുത്തുനബിയിലേക്ക് ഇറങ്ങാനും അവിടുത്തെ മഹത്വത്തിന്റെ ഉള്ളറയിലേക്ക് ചെന്നെത്താനും അവിടുത്തെ സ്നേഹത്തിന്റെ വിശാലതയെ കാണാനും അവിടുത്തെ ആർദ്രതയുടെ ആഴങ്ങൾ അറിയാനും ആർക്കും കഴിയില്ല. മിൻ ഇൻസാനിൻ ബഈദിൻ അൻഹു ഔ ഖരീബിൻ ഇല്ലാ കാന ആജിസൻ അൻ ഇദ്റാകി ഖുസൂസിയത്തി ഹാദിഹി ദാത്ത്. മുത്തുനബിയുടെ പ്രത്യേകതകൾ അറിയാൻ അടുത്ത് ചെന്നിരുന്നാലും പറ്റൂല, അടുപ്പം കൂടിയ ആൾക്കും പറ്റിയിട്ടില്ല, അകന്നു നിൽക്കുന്ന ആൾക്കും ഒട്ടും പറ്റിയിട്ടില്ല. അതാണ് അള്ളാന്റെ ഹബീബിന്റെ അർത്ഥം എന്തെന്നറിയാൻ ലോകത്തുള്ള സൃഷ്ടികൾ മുഴുവനും അശക്തരായിരിക്കുന്നു. അടുത്ത് നിന്നവനും കഴിഞ്ഞിട്ടില്ല, അകന്നു പോയവന് തീരെയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ചില സംഭവങ്ങൾ ഉദ്ധരിക്കാം. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു സംഭവം പറയുന്നുണ്ട്. عن ابن الشمامة المهري رضي الله عنه قال حضرنا عمرو بن العاص وهو في سياقة الموت. മരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബി പ്രമുഖനായ അംർ ഇബ്നു ആസിന്റെ തൊട്ടടുത്ത് ഞങ്ങളുണ്ട്. ആ സമയത്ത് യബ്കീ തവീലാ, മഹാനായ അംർ ഇബ്നു ആസ് വല്ലാതെ ദീർഘമായി വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വിലപിച്ച് പലതും പറയുന്നുണ്ട്. വിലാപത്തിന്റെ വാക്കുകൾക്കിടയിൽ നിറഞ്ഞു നിന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെ അവിടത്തോടുള്ള സ്നേഹം ചാലിച്ച വാക്കുകളാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അന്നത്തെ വർത്തമാനത്തിൽ ഞാൻ കേട്ടത് പറയട്ടെ. വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബിനെക്കാളും ഏറ്റവും പ്രിയപ്പെട്ട ആരും എനിക്ക് വേറെ ബന്ധങ്ങളിലില്ല. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് സയ്യിദുനാ റസൂലുള്ളാഹി വലാ അസല്ല ഫീ ഐനയ്യ മിൻഹു. അള്ളാന്റെ ഹബീബിനെക്കാളും ആദരണീയമായ ഒരു വ്യക്തിത്വം ഈ കണ്ണിന്റെ മുന്നിൽ ഇന്നവരെ വന്നിട്ടില്ല. وما كنت أطيق أن أملأ عيني منه. അള്ളാന്റെ ഹബീബിനെ ഒന്ന് കണ്ണ് നിറഞ്ഞു കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ ജലാലല്ലഹു, അവിടത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. വലൗ സുഇൽതു, എന്നോട് ആരെങ്കിലും ഒന്നൊന്ന് ചോദിച്ചാൽ, ഓ അംർ ഇബ്നു ആസ് എന്നവരെ, അങ്ങ് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയല്ലേ, ഒന്ന് പറയുമോ? അവിടുന്ന് എങ്ങനെയാ ഒന്ന് പറയുമോ? അന്നസിഫഹു, ഞാൻ അവിടുത്തെ ഒന്ന് വർണ്ണിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ മാ അത്ഖത്തു, എനിക്ക് കഴിയൂല. എന്തുകൊണ്ട്? ലി അന്നീ ലം അകുൻ അംലഉ ഐനയ്യ മിൻഹു, കണ്ണ് തുറന്നൊന്ന് കണ്ടു തീർന്നിട്ടില്ല അവിടുത്തെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വഹാബികൾക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വലാത്ത് ചൊല്ലിക്കോളൂ, അവിടെ നിന്ന് ഇങ്ങനെ ഹൃദയത്തിലേക്ക് തെളിഞ്ഞവരാണ്.
അവിടുന്ന് ഒന്ന് കണ്ടു തീർക്കാൻ, നമ്മുടെ സ്വപ്നത്തിലൊന്ന് കാണാൻ സ്വലാത്തിന്റെ വഴികളിലേക്ക് പോരൂ. താജ് സ്വലാത്ത് എന്ന് പറയുന്ന ഒരു സ്വലാത്തുണ്ട്. സമയദൈർഘ്യതയെ ഭയന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. സ്വലാത്തുകളുടെ കൂട്ടത്തിലെ കിരീടം പതിവാക്കിക്കോളൂ. ഒരെണ്ണം ചൊല്ലിയാൽ മതി ഒരു ദിവസം. മുടങ്ങല്ലേ, ഒരു ദിവസം പോലും മുടങ്ങല്ലേ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിൽ അത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണേ. ഒന്ന് ചൊല്ലിയാൽ മതി ഒരു ദിവസം. വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ അതിൽ കൂടുതൽ ചൊല്ലാം. സ്വലാത്ത് താജ് വർദ്ധിപ്പിച്ചോളൂ, ജീവിതത്തിൽ കൂടെ കൂട്ടിക്കോളൂ. അള്ളാന്റെ ഹബീബിനെ ഹൃദയം കൊണ്ട് കവരാൻ, സ്വപ്നത്തിൽ കണ്ണ് നിറച്ച് കാണാൻ, അവിടുത്തെ കൂട്ടുകാരനായി കൂട്ടുകൂടാൻ സ്വലാത്ത് മതി. സ്വലാത്ത് താജ് ചൊല്ലിക്കോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികള് മണത്തെറിഞ്ഞ് മുത്തുനബി അത്രത്തോളം അവർ ശ്രദ്ധിച്ചു പോന്നു. അവിടുത്തെ എല്ലാം സ്വഹാബികൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. മണത്തെറിയ അങ്ങനെ ഉണ്ടല്ലോ. അവിടുത്തെ എല്ലാം സ്വഹാബികൾ അറിഞ്ഞിരുന്നു. അവിടുത്തെ എല്ലാത്തിനെയും അവർ സ്നേഹിച്ചിരുന്നു. ശാസനകൾക്ക് പോലും സൗന്ദര്യമുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാത്തിനെയും അവർ ഇഷ്ടപ്പെട്ടു. ബദറിലേക്കുള്ള പുറപ്പാടിന്റെ ഒരു സന്ദർഭത്തെ കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട്. ഇബ്നു കസീറിന്റെ അൽ ബിദായയിലുണ്ട്, ഇബ്നു ഹിഷാമിന്റെ സീറത്തുൻ നബവിയിലുണ്ട്, ഇമാം തുബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഇബ്നു കസീറും അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ബദറിലേക്കുള്ള പുറപ്പാടിൽ മഹാന്മാരായ അൻസാറുകളുടെ സേവനത്തെയും അവരുടെ ആർദ്രതയും മറന്നിട്ടല്ല മുത്തുനബി പറയാ, മക്ക വിട്ട് എല്ലാം ഉപേക്ഷിച്ചു വന്നവർക്ക് മദീനയിൽ തുല്യമല്ല, അതിനേക്കാൾ അപ്പുറമുള്ള പരിഗണന നൽകി. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഈ അൻസാരിങ്ങളെ ഇനി ഒരു യുദ്ധത്തിന് വേഗം വിളിച്ചുകൊണ്ട് പോവാന്ന് പറയാ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു വലിയ മാനസിക പ്രശ്നമായിരുന്നു. മുഹാജിറുകളെ പിന്നെ എന്തിനും തയ്യാറായി പോകുന്നവരാ. അവരോട് പറയാൻ ഒരു മുഖവുരയുടെ ആവശ്യമില്ല. അൻസാറുകളോട് എങ്ങനെ പറയും എന്നതിനെ കുറിച്ച് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചനകളിലൂടെ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അംഗബലവും അംഗസംഖ്യയും കൂടുതൽ അൻസാരികളെ അവരൊന്ന് കൂടേണ്ടി വരുന്നു. അതേക്കുറിച്ച് മഹാന്മാരായ സ്വഹാബത്തിനോട് എങ്ങനെ പറയുമെന്ന ഒരു ആശയക്കുഴപ്പത്തിൽ, ഒരു ധർമ്മസങ്കടത്തിൽ മുത്തുനബി ഉള്ളപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ അൻസാരിങ്ങളുടെ നേതാവ് സഅദ് ഇബ്നു മുആദ് വർത്താനം പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, വല്ലാഹി ലക അന്നക തുരീദുനാ യാ റസൂലല്ലാഹ്, ബദറിലേക്ക് വരാൻ വേണ്ടി ഞങ്ങളെ അങ്ങ് ക്ഷണിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ നബിയെ, അങ്ങനെയാണോ? ഖാല അജൽ, അതെ സഅദേ, നിങ്ങളെയും കൂട്ടി ബദറിൽ പോവണം, ഒരു യുദ്ധം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നത് പറഞ്ഞറിയിക്കാനുള്ള ഒരു പ്രയാസം എനിക്കുണ്ട് ട്ടോ. എന്റെ നാവിന്റെ തുമ്പില്, നാവിന്റെ മുന്നിൽ ഒരു കെട്ട് കുടുങ്ങിയ പോലെ പറയാൻ അങ്ങോട്ട് പറ്റണില്ല. എങ്ങനെ ഇപ്പൊ ഞങ്ങളോട് പറയാം ഒരു യുദ്ധത്തിന് വരാൻ? നബിയെ, മഹാനവറുകൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖദ് ആമന്നാ ബിക വസദഖനാക, ഞങ്ങൾ അങ്ങയെ വാസ്തവമാക്കിയവരാ, അങ്ങയിൽ ഈമാൻ കൊണ്ടവരാണ് നബിയേ. വശഹിദനാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, അങ്ങ് കൊണ്ടുവന്നത് ഹഖാണെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞ് സാക്ഷി പറയുന്നവരാണ്. وأعطيناك على ذلك عهودنا ومواثيقنا, അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് കയ്യിലടിച്ച് സത്യം ചെയ്ത് പറയട്ടെ, ഞങ്ങൾ അങ്ങേക്ക് വാക്ക് തരട്ടെ, കൂടെ ഉണ്ട് നബിയേ. അങ്ങ് പറഞ്ഞാ മതി, കേൾക്കാനും അനുസരിക്കാനും ഞങ്ങൾ വെളിപ്പാടകലുണ്ട്. അങ്ങനെ മടിക്കുന്നത്? അങ്ങ് ഉദ്ദേശിച്ചത് എന്തോ പറഞ്ഞോ, ഞങ്ങൾ അതിലുണ്ട്, നമുക്കത് നടപ്പാക്കാം എന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ കണ്ണ് ചിമ്മുന്നതിന് പോലും അർത്ഥമുണ്ടോ? അവിടുത്തെ ശ്വസനത്തിന്റെ താളത്തിന് എന്തെല്ലാം പറയാനുണ്ടോ? ആ മൗനത്തെ വാചാലമായി തന്നെ പഠിച്ചു സ്വഹാബികൾ. അതുകൊണ്ട് സത്യം ചെയ്ത് പറയട്ടെ നബിയേ, ഫബല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹു തന്നെയാണ് സത്യം.
നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരു കടല് കണ്ടാൽ ഫഖുദതഹു, അങ്ങ് കടലിലേക്ക് ഊളിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളതിലേക്ക് ഇറങ്ങണമെന്ന് ചോദിക്കൂല നബിയെ, ലഖുദനാഹു മഅക, ഞങ്ങൾ അങ്ങയുടെ കൂടെ തന്നെ ഇറങ്ങും, ഞങ്ങൾ അങ്ങയുടെ കൂടെ തന്നെ ഇറങ്ങും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് മടിക്കേണ്ടതില്ല. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദുൻ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അങ്ങയുടെ പിന്നാലെ കൂടിയാൽ പിന്മാറൂല നബിയേ. വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവനാ ഗദ, നാളെ കാലത്തെ പോയി ബദറിൽ പോയി യുദ്ധം ചെയ്യണം, ശത്രുവിനെ അവിചാരിതമായി കണ്ടുമുട്ടുന്നു എന്ന ഒരു അസൗകര്യം ഒരിക്കലും ഞങ്ങളാരും വെറുപ്പോടുകൂടെ കാണുന്നില്ല നബിയെ. ഇന്നാല സുബുറുൻ ഫിൽ ഹർബി, യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പേടിയില്ല, നല്ല ക്ഷമയാണ്, ശത്രുവിനെ കണ്ടുമുട്ടുന്നതിൽ സന്തോഷമാണ് നബിയെ. അല്ലാഹു അങ്ങയുടെ കണ്ണിന് സന്തോഷം തരട്ടെ, ഞങ്ങളെ കൊണ്ടെങ്കിലും ഒരു വിജയത്തിൽ പങ്കാളിയാവാൻ ഈ സ്വഹാബികൾക്ക് സാധ്യമെങ്കിൽ അങ്ങേക്ക് അതിന്റെ കാഴ്ച കൺകുളിർക്ക് കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ നബിയെ. സമയം കളയല്ലേ. ഫസിർ ബിനാ ലാ ബറകത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് യാത്ര പോവാം നബിയെ. ഫസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത സന്തോഷായി. വനശതഹു ദാലിക, ഉന്മേഷം കൂടി ആവേശം കൂടി. ഇബ്നു കസീർ തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ ഇത് രേഖപ്പെടുത്തുന്നു. ഇമാം തിബരിയുടെ തഫ്സീറിൽ ഇത് കാണുന്നു. ഇബ്നു ഹിഷാമിന്റെ അസ്സീറത്തുൻ നബവിയ്യയിലും ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സ്വഹാബികൾ അവിടുത്തെ സൂചനകളെ തിരിച്ചറിഞ്ഞു, അവിടുത്തെ അത്രത്തോളം അവർ ഉൾക്കൊണ്ടു. എല്ലാം അവരുടെ ജീവിതത്തിൽ ആ രക്തത്തിന്റെ താളവും സഞ്ചാരവും ഹൃദയത്തിന്റെ സ്പന്ദനവും ശ്വസനത്തിന്റെ ആ ക്രമീകരണവും എല്ലാം മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിച്ചു. എന്നിട്ടും അവർക്ക് ഈ നബിയെ പരിപൂർണമായി അറിയാൻ കഴിഞ്ഞില്ല എന്നാ. വഫാത്തിനെ തിരിച്ചറിഞ്ഞല്ലോ മഹാന്മാർ, സ്വഹാബികൾ വഫാത്തിനെ തിരിച്ചറിഞ്ഞു. കാണാലോ, ഒരു ഹദീസിൽ കാണാം, സ്വഹീഹുൽ ബുഖാരി, അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ സഈദ് അൽ ഖുദരി, ചെറിയ ആളൊന്നുമല്ല കേട്ടോ, വലിയ സ്വഹാബിയ. അബൂ സഈദ് അൽ ഖുദരി മഹാനായ സ്വഹാബിയ, സീനിയർ ആണ് സ്വഹാബികളുടെ കൂട്ടത്തില്, വലിയ മഹാനമാണ്, നല്ല വിവരമുള്ള സ്വഹാബിയാണ്, ചെറിയ ആളൊന്നുമല്ല. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ഹദീസ് മഹാനവറുകളിൽ നിന്നും മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. മഹാനവറുകൾ പറയാ, ഒരിക്കൽ ഹബീബിന്റെ ഒരു പ്രഭാഷണം, ഖതബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ചു. അവിടുന്ന് ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്താ പറഞ്ഞെന്നറിയോ അന്നത്തെ പ്രസംഗത്തിൽ? ഹദീസ് ഇതാണ്, ഇന്നല്ലാഹ ഖയ്യറ അബദൻ ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു ഫഖ്താര മാ ഇൻദല്ലാഹ്, അല്ലാഹു അവന്റെ അടിമക്ക് ദുനിയാവും അള്ളാഹുവിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളും മുന്നിൽ വെച്ചു കൊടുത്തു. അടിമ തെരഞ്ഞെടുത്തത് അള്ളാഹിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളാണ്, ദുനിയാവ് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു. എന്താ ഇതിലോ ചിന്തിക്കാറുള്ളത്? അള്ളാഹു അവന്റെ ഒരു അടിമക്ക് ദുനിയാവും വെച്ചു കൊടുത്തു, അള്ളാഹിന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളും വെച്ചു കൊടുത്തു. സ്വാഭാവികമായും ആ സ്വാലിഹായ അടിമ അള്ളാഹുവിന്റെ ഹബീബിന്റെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ അനുഗ്രഹങ്ങളെ തെരഞ്ഞെടുത്തു. ഇത് ഇത്രയും റസൂലുള്ളാഹി പറഞ്ഞപ്പോഴേക്കും മഹാനായ അബൂബക്കർ തങ്ങൾ കരയാൻ തുടങ്ങി. അപ്പൊ അബൂ സഈദ് തങ്ങൾ പറയാൻ, എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാ യുബ്കിക ഹാദ ശൈഖ്, ഈ വയസ്സനായ മനുഷ്യനെ എന്തപ്പോ കരയിപ്പിച്ച? ഇന്നത്തെ കരയാൻ എന്താ ഉള്ളത്? അള്ളാഹു അവന്റെ അടിമയ്ക്ക് ദുനിയാവും കൊടുത്തു, അവന്റെ അനുഗ്രഹങ്ങളിൽ അവന്റെ അടുക്കലുള്ള അനുഗ്രഹങ്ങളും കൊടുത്തു. അടിമ ദുനിയാവ് മാറ്റിയിട്ട് ആ അനുഗ്രഹങ്ങളെ തെരഞ്ഞെടുത്തു. ഇതിനെന്താ ഇത്ര കരയാനുള്ളത്? എന്തിനാണ് സിദ്ദീഖ് അങ്ങ് കരഞ്ഞത്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കരയാൻ കാരണം ആ തെരഞ്ഞെടുക്കപ്പെട്ടതും തെരഞ്ഞെടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടതുമായ അടിമയും തെരഞ്ഞെടുക്കപ്പെട്ട കാര്യവും അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്താണ്. ആ പറയപ്പെട്ട അടിമ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഹബീബായ നബി തങ്ങളാണ്. ആ അടിമ അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ പറയാണ്, ചില്ലറക്കാരനല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഈ വഫാത്തിനെ തിരിച്ചറിഞ്ഞ മഹാനുണ്ടല്ലോ, ആ മഹാൻ അഅലമുനാ, ഞങ്ങളിലെ ഏറ്റവും ഇൽമുള്ള ആളാണ്.
ഹബീബായ നബി തങ്ങൾ ഹദീസിന്റെ ഇടയിൽ പറഞ്ഞു, യാ അബൂബക്കർ ലാ തബ്കി, അബൂബക്കറേ അങ്ങ് കരയേണ്ടതില്ല. അബൂബക്കറേ, ഇന്ന അമന്നന്നാസി അലയ്യ ഫീ സുഹബത്തിഹി വമാലിഹി, ഒരാൾ കൂടെ കൂടിയ കൂട്ടുകാരനായും പിന്തുണച്ചും എല്ലാത്തിനും ഒപ്പം നിന്ന ആ കൂട്ടുകാരനായും സമ്പത്ത് എനിക്ക് വേണ്ടി ചെലവ് ചെയ്തവരായും ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങയോളം ആരുമല്ല അബൂബക്കറേ. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി, അല്ലാഹ് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ലത്തഖദതു അബൂബക്കർ, അബൂബക്കറെ അങ്ങാണ് എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. സ്വഹീഹുൽ ബുഖാരി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളിൽ അവിടുത്തെ വഫാത്തിനെ തിരിച്ചറിഞ്ഞ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഹബീബിനെ തിരിച്ചറിഞ്ഞ സ്വഹാബി. ഇനി കേട്ടോളൂ, മറ്റൊരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും തിരിച്ചറിഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇബ്നു അബ്ബാസിനെ ഇങ്ങനെ അടുത്തടുത്തിരുത്തുമായിരുന്നു. എന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് എപ്പോഴും അടുത്തടുത്തായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന മഹാനായ സ്വഹാബി, അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഇത്തിരി അമർഷം ഉണ്ടായിരുന്നു. ഉമർ തങ്ങളോട് ഒരിക്കൽ തുറന്നു പറയുകയും ചെയ്തു, ഈ അബ്ദുല്ലാ ഇബ്നു അബ്ബാസിനെ എന്തിനാ ഇങ്ങനെ കയറ്റിയിരുത്തുന്നത്, അടുത്തിരുത്തുന്നത്? അങ്ങ് മഹാനായ ഖലീഫയല്ലേ, അങ്ങ് വലിയ മഹാനല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഞങ്ങൾക്കുണ്ട് ഈ പ്രായത്തിൽ മക്കള്, ഉമർ റളിയല്ലാഹു അൻഹുവിനുമുണ്ട് ഈ പ്രായത്തിൽ മക്കള്, ആ സദസ്സിലുമുണ്ട്. പക്ഷെ ഇബ്നു അബ്ബാസ് എന്ന തങ്ങള് കൂട്ടി ഞങ്ങൾ ചേർത്തിരുത്തു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് മറുപടി കൊടുത്തു, അത് ഞാൻ വെറുതെ കയറ്റിയിരുത്തുന്നതല്ല, മിൻ ഹൈസു തഅലമു, ആ കുട്ടിക്ക് നല്ല വിവരമുണ്ട്, ആ കുട്ടിക്ക് നല്ല വിവരമുണ്ട്, അതുകൊണ്ട് ആ ഇൽമിനെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ അടുത്തേക്ക് കയറ്റിയിരുത്തുന്നത്. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും പരിഗണിച്ച മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഈ ഉമർ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ അധ്യായം അവതരിച്ചതിനെ കുറിച്ചാ ചോദിച്ചത്. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന് തുടങ്ങുന്ന ഈ അധ്യായത്തെ കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് തൊട്ടടുത്തെപ്പോഴും ഇരുത്തപ്പെടുന്ന മഹാപണ്ഡിതനായ സ്വഹാബി, പ്രായം കുറഞ്ഞ സ്വഹാബി ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, മോനെ, ഈ അധ്യായം അവതരിച്ചല്ലോ, ഇതിന്റെ ആയത്തുകളെ നീ പഠിച്ചല്ലോ, ഇതിനെ നീ അറിഞ്ഞല്ലോ, എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? മഹാനായ സ്വഹാബി മണത്തറിഞ്ഞിരുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ വേർപാട് അറിഞ്ഞിരുന്നു. ഇബ്നു അബ്ബാസ് പറയാണ്, അജ്ലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബിന്റെ ആയുസ് അവസാനിക്കുന്നതാ ഇതിൽ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബും അങ്ങനെ തന്നെയാ മുത്തുനബി അറിഞ്ഞിട്ടുള്ളത്. മഹാനവറുകൾ പറഞ്ഞു, ഞാനും മാ അഅലമു മിൻഹാ ഇല്ലാ മാ തഅലം, നീ അറിഞ്ഞ പോലെ തന്നെയാ ഈ അധ്യായം മുത്തുനബിയുടെ വഫാത്താണ് എന്നതിലേക്കുള്ള സൂചനയായി ഞാനും അറിഞ്ഞിട്ടുള്ളൂ എന്ന് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ മുത്തുനബിയെ സ്വഹാബികളെ അറിഞ്ഞിട്ട് ഇത്ര അടുത്തറിഞ്ഞിട്ടും അവർ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അത്ര നീ അറിയാൻ എത്ര കിടക്കാം, ഇത്രയും അടുത്തറിഞ്ഞിട്ടും അവർ പറയുന്നത് ഞങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല, ഇനി അറിയാൻ കിടക്കാന്ന്. അത്രയും അറിയാനുണ്ട്. അടുക്കുന്തോറും ഒരാളെ മറ്റൊരാളെ കൂടുതലായി തിരിച്ചറിയുന്നു. രണ്ടാള് സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ സ്വഭാവം അറിഞ്ഞു, ഒരു യാത്ര പോയി കൂടുതൽ അറിഞ്ഞു, അവനായിട്ടൊരു ഇടപാടിന് പറ്റൂലാടോ, എന്തേ അവൻ അങ്ങനത്തെവനാ. അടുക്കുന്തോറും ഒരാളെ മറ്റൊരാളെ കൂടുതൽ തിരിച്ചറിയാം. നമുക്ക് മുത്തുനബിയെ തിരിച്ചറിയാം, അപ്പോൾ അവിടെ നിന്ന് നമ്മയും തിരിച്ചറിയും. നമുക്ക് അവിടുത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാം. എങ്ങനെ? സ്വലാത്ത് കൊണ്ട്. സ്വലാത്ത് പലപ്പോഴും ചൊല്ലുമ്പോ അവിടെ പറയപ്പെടും നമ്മെ കുറിച്ച്. അപ്പോ ഇന്ന ആള്, ഇന്ന പേര്, ഇതൊക്കെ അങ്ങ് പറയുമ്പോ നമ്മെ അവിടുന്ന് തിരിച്ചറിയും. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുപ്പം, ഞാൻ ഏറ്റവും തിരിച്ചറിയുന്നത് എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളെ. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് താജ് സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുക.
ഒരെണ്ണെങ്കിലും ഒരു ദിവസം ചൊല്ലണം. വിശേഷപ്പെട്ട രാവുകളിൽ അത് കൂടുതൽ ചൊല്ലണം. ഉറങ്ങാൻ നേരം ചൊല്ലിയിട്ട് കിടക്കാം. റസൂലുള്ളാഹിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിയ്യത്തിൽ ചൊല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. സ്വലാത്ത് കൊണ്ട് തീർക്കപ്പെടുന്ന ബന്ധം പുണ്യ റബീഇൽ, പുണ്യ ശഅബാനിൽ, വെള്ളിയാഴ്ച രാവുകളിൽ, വിശേഷപ്പെട്ട സമയങ്ങളിലൊക്കെ നമുക്ക് സാധ്യമാകുന്നതാണ്. സ്വഹാബികൾ ഒരുപാട് അടുത്ത് നിന്ന് അറിഞ്ഞിട്ടും അവർക്ക് ഇനിയും അറിയാൻ ഏറെയുണ്ട് എന്ന് പറയുന്ന പോലെയായിരുന്നു അവരുടെ ജീവിതം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. ഹബീബിന്റെ ഇഷ്ടക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അവിടുത്തെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ റൗളയുടെ മുറ്റത്ത് പലവട്ടം ചൊല്ലാൻ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, റബ്ബേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറ് നൽകു അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. രോഗമുള്ള പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായവരുണ്ട്. അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ ഭർത്താവിന് കിട്ടേണ്ട കുറെ പണം മറ്റുമൊക്കെ എവിടെയോ കുടുങ്ങിക്കിടക്കുന്നു. അത് വേഗത്തിൽ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ തൗഫീഖ് നൽകണേ അല്ലാ. പുണ്യ റബീഉൽ മദ്ഹ് പാടുന്നവർ, സ്വലാത്തുകൾ ചൊല്ലുന്നവർ, റബ്ബേ എല്ലാവർക്കും നീ ഖൈർ നൽകുക അല്ലാ. അവിടുത്തെ ഇഷ്ടക്കാരിൽ പെടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകുക അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് നീ പുരോഗതി നൽകുക അല്ലാ. പഠിച്ചതുകൊണ്ടുള്ള ഉപകാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ വാഹനത്തിലും സ്ഥാപനത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.